ഇതാര്? അയ്യ അണ്ണേ, ഇതെന്താ കോല ഇത്? എന്താണത്? എന്തരുത്? ഡേയ്, ഇവ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോണ്ടല്ലേ അവസാന കാലത്തെ രാഘവണ്ണ ഇരിക്കും പല ഇരിക്കുന്നത്. ഡേയ്, നിനക്കെന്ത് ക്ഷീണം പിടിച്ചോലെ? എന്ത് വയ്യ എനക്ക്? വയസ്സായില്ലടാ. ഏയ്, നിന്റെ ഈ ഇരിപ്പ് കണ്ടാണ്ടല്ലേ നോക്ക്, എന്നെയും കേട്ട് വയസ്സായതുപോലെ തോന്നുള്ളേ. ഈ കസേര എടുത്ത് ഇവിടെ ഇരിപ്പ് തുടങ്ങി, സൈറ്റിലൊന്നും പോണില്ലേ? പഴയതുപോലെ ഓടിച്ചാടി പോവാന്ന് വയ്യടേ, വയസ്സായില്ലേ. അപ്പൊ ഇന്ന് പടവലത്ത് പോവാൻ പറ്റൂലേ? കുത്താതെ കുത്തി സംസാരിക്കാതെ വേദന എടുക്കണ. തൊട്ടതല്ലേ ഉള്ളൂ, നീറണ്. ഞാൻ ചെല്ലാന്ന് അമ്മയെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നുമില്ല. ആ പറഞ്ഞ പോലെ മാമന്റെ ഒരു ചാരിയ സ്ഥലം അവിടെ ഉണ്ടല്ലേ? ആ അതുണ്ട് അവിടെ. അത് ശരി, ഈ കസേര ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അങ്ങോട്ട് ഇരിപ്പുറപ്പിച്ചാ? ബാലുവേ, ആ പലചരക്കടെ സാധനങ്ങൾ എടുത്ത് വെച്ചേക്കാ. നിങ്ങൾ കേശുവിനെ വിളിച്ച് അവിടെ പോയി അതെടുത്തിട്ട് കൊണ്ട് വാ. അയ്യോ, ഈ വയസ്സായ കാലത്ത് ഞാൻ തന്നെ പോണോ? വയ്യ, അങ്ങനെ ഓടിച്ചാടി നടക്കാന്ന് വയ്യ. അതുപോലെ ഭാരം എടുക്കാൻ പറ്റൂല. 2 കിലോ എടുക്കുമ്പോൾ തന്നെ കൈ ധരിക്കും. ചേച്ചി, ഞാനും കേശുവിടെ പോയിട്ട് വരാം. ശ്രീകുട്ടാ, ഞാനും വരാം. ബാലുവേ, ഇന്നിപ്പോ സൈറ്റിൽ പോകണില്ലെങ്കിൽ നമുക്ക് അങ്ങ് പടവലത്തേക്ക് വിട്ടാലാ? ഞാനങ്ങ് പറഞ്ഞില്ല, എല്ലാം കൂടെ 10-30 കിലോമീറ്റർ ഉണ്ട്. വയ്യ, വലഞ്ഞു പോവാൻ വേണ്ടി. അളിയാ, നമുക്കൊരു 7 സീറ്റർ പിടിക്കാം. ഞങ്ങൾ ഇരിക്കണ്ടേ? പിന്നെ അങ്ങനെ 2 വണ്ടി പിടിക്കാന്നാ? എന്തിനീ 2 വണ്ടിയും പിടിച്ച് പോയി പൈസ ചെലവാക്കി ചെല്ലണത്? മാമിയെ വായിരിക്കണാക്കാനാ? നിങ്ങൾ പോയി കേട്ടിട്ട് വരി, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇവിടെ എന്ത് കഴിക്കോ? വായ ഭക്ഷിക്കോ? ഞാൻ നമ്മളെ നിറം മുരളിയെടുത്ത് പറഞ്ഞിട്ട് ഇവിടെ ആശുപത്രി ക്യാൻറ്റീനുണ്ട്, അവിടെ നിന്ന് ഇത്തിരി പൊടിയൽ കഞ്ഞിയും ഇത്തിരി ചമ്മന്തി ഇത്തിരി പൊതി നാരങ്ങ ഇട്ട് അതും കൂടെ വാങ്ങിച്ച് ഞാൻ കഴിച്ചോളൂ. 3 നേരം കഞ്ഞി കുടിച്ചോളൂ. എടാ, എനിക്ക് പഴയതുപോലെ ഒന്നും വേണ്ടടാ, ദഹിക്കണ്ടേ. ഇങ്ങോട്ട് വാ. നീ ഇവിടെ പടവലത്ത് വരാന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളെല്ലാരും ഇവിടെ പിടിച്ച് നിർത്തിയ നീ? സുരേന്ദ്ര, ഇങ്ങനെ കിടന്ന് ഒച്ചത്ത് സംസാരിക്കല്ലേ, എനിക്ക് ഒപ്രാളം വരും. അവിടെ പിള്ളേർ കിടന്ന് ബഹളമുണ്ടാക്കി സഹിക്ക വയ്യാതെയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. ഇത്തിരി സ്വസ്ഥത. ഇനിയിപ്പോ യാത്ര ചെയ്യാൻ പറ്റുന്നവരൊക്കെ വരി, ഇല്ലാത്തവർ ഇവിടെ തന്നെ അങ്ങ് ഇരിക്കും. ചേച്ചി വല്ല ജോലിയും തീർക്കാനുണ്ടെങ്കിൽ തീർത്തിട്ട് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ പോകും. മനഃപൂർവ്വം ചെവിയുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. എന്നാ നിങ്ങൾ വരി, ഇത് ഒരു നടക്ക് പോവൂല. വാ ഇങ്ങോട്ട്. പോട്ടാ നമ്മൾ. നീ എന്തൊരു കാണിക്കണടാ? പോട്ടാ. ആ വയ്യെന്ന് വയ്യാണ്. ഡിസ്റ്റർബൻസ് ആയെങ്കിൽ സോറി. പക്ഷെ ഇത് നോക്കിയേ, നോക്ക്, ഈ സാരി കണ്ടാ എങ്ങനെയുണ്ട്? അത് കൊള്ളാം, ഒന്ന് ചേരും. എന്നാലേ ഞാൻ പോയി എടുക്കട്ടാ. ഓ, എവിടുന്ന്? ഇത് ഇരുമ്പനത്തെ ഒരു ഷോപ്പിൽ നിന്ന്. അപ്പോഴാണെങ്കിൽ നാളെ പടവലത്ത് പോകുമ്പോൾ എടുക്കാം. നമ്മൾ ഒരുമിച്ച് പോവാ. ഉച്ചയ്ക്ക് ശേഷം പോവാം നമുക്ക്. എവിടെ പോവാ? അല്ല, അമ്മായി ഡ്രസ്സ് എടുക്കാൻ പോവാന്ന് പറഞ്ഞേ. ആണോ? അപ്പൊ ഞാനും കൂടെ പോവാൻ, കല്ലൂരിനൊരു ഫ്രോക്ക് എടുക്കാൻ. കല്ലൂര് എൻ്റെ കൊച്ചു 2 ആഴ്ച മുന്നേ ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് വന്നത്, ഫ്രോക്ക് എടുത്തിട്ട് വന്നത്. ആവശ്യമില്ലാതെ ഡ്രസ്സിനായാലും ഫുഡിനായാലും കാശ് കളയുന്ന അത്ര നല്ല ശീലമൊന്നും അല്ല. അയ്യോ, ഡ്രസ്സ് എടുക്കുന്നില്ല, കൂടെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. മക്കളെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ നിനക്ക് അറിയാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്. ഇല്ല, നീ കല്ലൂരിന് ഒരു ഡ്രസ്സ് എടുത്ത് കൊടു. അതൊന്നും വേണ്ട, ഞാൻ മേടിച്ചോളാം. അത് കുഴപ്പമില്ല, ശ്രീ സന്തോഷത്തോടെ വാങ്ങിച്ചു തരണല്ലേ, ഇരിക്കട്ടെ. മക്കളെ നീലു, ഓ, ഞാൻ റോഡ് വരെ ഒന്ന് പോയിട്ട് വരട്ടാ. എവിടെ? ആ മുക്കിവിടെ വരെ പോയിട്ട് വരട്ടാന്ന്. പോകുന്ന കൊള്ളാം. 2 കാലയിലാ പോണ, 4 കാലയിൽ തിരിച്ചു വരരുത്. പോണില്ലേണ? ഇതെന്തോന്നത്? ഈ വടി എവിടെ നിന്ന്? വടി എവിടെ നിന്ന് ഒപ്പിച്ച്? വടി എവിടെ നിന്ന് ഒപ്പിച്ചെന്ന്? നേരത്തെ ഫോൺ വിളിച്ച് നരം മുരളിയോട് എന്തോ പറയണ കേട്ട്. മുമ്പൊക്കെ നവാസായിരുന്നു പറയണ എല്ലാ സാധനങ്ങളും കൊണ്ടു കൊടുക്കുന്നത്. നവാസ് റിട്ടയർഡായി. പോസ്റ്റ് ഇപ്പം നിറമുരളിക്ക് കിട്ടിയിരിക്കുക. അളിയൻ്റെ കൂത്തിന് കൂടെ നിൽക്കുന്ന ആൾക്കാരെ തപ്പി എടുത്തോളും. ഞാൻ ഇവിടെ ഇരുന്നാ ശരിയാവൂല. നല്ലത്. ഞാൻ കേശു ചെറുക്കനോട് പറഞ്ഞു, എടാ ഈ ചാരികസേര എടുത്ത് ആ മാവിൻ്റെ മുട്ടിക്കൊണ്ടിടാൻ. ചെറുക്കൻ കേൾക്കൂല. ഇതെവിടെ പോവാ? ഒരിവിടെ വന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി അടക്കടയിലോട്ട് പോകണം. പ്രായമായവർ പറഞ്ഞാ നിങ്ങൾ ചെറുപ്പക്കാരിപ്പം കേൾക്കൂലല്ലേ, എനിക്ക് കുടിക്കാനുള്ള ഞാൻ തന്നെ എടുത്ത് കുടിച്ചോളാം. ചേട്ടന് വെള്ളം ഞാൻ എടുത്തോണ്ട് വരാം. നീ ഇപ്പം പടിയും ഊന്നി നടക്കുന്നത് കണ്ടാലേ കുട്ടൻപിള്ളേം കാട്ടി പൈസായി പോയിന്ന് തോന്നുള്ളടാ. ഇപ്പൊ ഈ വടിയും ഊന്നി നടക്കേണ്ട കാര്യം എന്താണ്? ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ.
എടാ എനിക്ക് റോഡിലോട്ട് പോകണമെങ്കിൽ വടിയും ഊന്നി തന്നെ പോകണോടാ. മുട്ടിനൊക്കെ ഒരു ബലക്കുറവ്. വയ്യ. ചെവി കേൾക്കാൻ പറ്റാത്തോണ്ട് അടുത്തെന്ന് പറയാം. മുട്ടിന് ബലക്കുറവുണ്ടെങ്കിലേ മുട്ട് നല്ല ബലം കൊടുത്തങ്ങ് നടന്നാ മതി. ഈ വടിയുടെ ആവശ്യം ഇല്ല കേട്ടോ. നിനക്കെന്ത് ഭർത്താവ് വയസ്സായത് പുറത്ത് പറയാൻ കുറച്ചില്ല? അതാ ഞാൻ ഇങ്ങനെ വയസ്സായി ഇങ്ങനെ ഇവിടെ വടി ഊന്നി നടക്കണം. നിനക്ക് നാണക്കേടാ? ആണോ? നീ വയ്യാത്തോണ്ടല്ലേ ഞാൻ വടിയും കൊണ്ട് പോണത്. വെറുതെ ഷോയ്ക്ക് വേണ്ടിയല്ലല്ലേ.